3-2 റയൽ ജയിക്കുന്നതാണ്. കോപ്പ ഡെൽ റേ ഫൈനൽ എൽ ക്ലാസിക്കോയിൽ ആര് കപ്പടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിലവിലെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചധികം മുൻതൂക്കമുള്ളത് ബാഴ്സലോണയ്ക്കാണ്. കാരണം അവരിപ്പം നിലവിലെ സീസണിൽ അത് മികച്ച ഫോമിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ലാലിഗ ടൈറ്റിൽ റേസിലാണെങ്കിലും അവർ തന്നെയാണ് മുമ്പിൽ. ചാമ്പ്യൻസ് ലീഗിൽ സെമിയിലുണ്ട്, കോപ്പ ഡെൽ റേയിൽ ഫൈനലിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തൂക്കാനുള്ള പരിപാടിയിലായിരിക്കും ഫ്ലിക്കും പിള്ളേരും ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ബാഴ്സ കളിച്ച കളിയിലേക്കാണെങ്കിലും എപ്പോഴും ഇറങ്ങണ 11 അല്ല അവർ കളിച്ചേക്കണത്. അപ്പം അവരുടെ മെയിൻ ഫോക്കസും നിലവിൽ കോപ്പ തന്നെയാണ്. ലെവൻഡോസ്കി ലാസ്റ്റ് മാച്ചിൽ മസിൽ ഇഞ്ചറി വന്ന് പുറത്താണ്, പുള്ളി കളിക്കാണ്ടാവില്ല. ഫെറാൻ ടോറസ് ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യണത് കൂടെ. വേറെ പ്രത്യേകിച്ച് ഇഞ്ചറിയും കാര്യങ്ങളൊന്നും ബാഴ്സയ്ക്കില്ല. പിന്നെ ലാസ്റ്റ് റയലും ബാഴ്സയും മുട്ടിയപ്പം ബാഴ്സയെ വെച്ച് 5-2 റയലിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് 4-0 അപ്പം അതിൻ്റെയൊക്കെ ഒരു മുൻതൂക്കം ബാഴ്സയ്ക്കുണ്ട്, ആ ഒരു കോൺഫിഡൻസും അവർക്കുണ്ട്. പിന്നെ റയലിനെ സംബന്ധിച്ച് ഒരു ഹൊറിബിൾ സീസണാണ് നിലവിൽ. ഇപ്പോൾ എല്ലാ ടൈറ്റിലും കൈവിട്ട് പോയിരിക്കുകയാണ്. നിലവിൽ ഈ കോപ്പ ഫൈനൽ മാത്രമേ ഉള്ളൂ. അപ്പം ആഞ്ചലോട്ടിയും പിള്ളേരും വന്നത് ഇതെന്തായാലും തൂക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും. റയലിന് പിന്നെ കുറച്ച് ഇഞ്ചറി ഉണ്ട് നിലവിൽ. ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ അലാബയും കമവിങ്കയും ഇഞ്ചറി ആയി, മസിൽ ഇഞ്ചറി ആയി. ഇപ്പോൾ രണ്ടുപേരും കളിക്കാണ്ടാവില്ല. മിക്കവാറും അവരുടെ റോള് ഗാർഷ്യായിരിക്കും വന്നത്. പിന്നെ എംബാപ്പെ 90% ഓക്കെ ആണ് എന്നാണ് ഇങ്ങനെ കേൾക്കണത്. അപ്പോൾ പുള്ളി സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും മിക്കവാറും. പിന്നെ റയലിനെ സംബന്ധിച്ചും എംബാപ്പെ തിരിച്ചു വന്നേക്ക് ഒരു കോൺഫിഡൻസ് ആയിരിക്കും. കോപ്പ അടിച്ച ഒരു നല്ലൊരു കംബാക്ക് നടത്തണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും നല്ലൊരു ടൈറ്റ് മാച്ചിനെ കാണാൻ പറ്റും ഉറപ്പായിട്ടും. സ്റ്റാറ്റ്സും കാര്യങ്ങളൊന്നും അല്ലല്ലോ, കളിയുടെ റിസൾട്ട് വരുന്നത് ഗോളിലാണ്. പിന്നെ എൻ്റെ പ്രഡിക്ഷൻ 3-2 റയൽ ജയിക്കുന്നതാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഗോൾ കിക്കിൻ്റെ പേജിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ അത് മാച്ച് പ്രഡിക്റ്റ് ചെയ്യുക. അപ്പോൾ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 5 ജേഴ്സി, എപി സ്പോർട്സ് സ്പോൺസർ ചെയ്യണേ 5 ജേഴ്സി കിട്ടും കേട്ടോ. അപ്പം ഓക്കെ, മാച്ച് കാണാം.